നമസ്കാരം, എല്ലാവർക്കും ഫാർമർ ടു ഫോക്കസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലിജോ. നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമുക്ക് എത്രത്തോളം അധികം വിള ലഭിക്കുന്നോ അത്രത്തോളം നമുക്ക് സന്തോഷമായിരിക്കും. അതായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഇഞ്ചി കൃഷിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമുക്ക് അധികമായിട്ട് വിളവ് ലഭിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വിളവ് ലഭിക്കാൻ വേണ്ടിയിട്ട്, അതായത് വിൽപ്പന അടിസ്ഥാനത്തിലൊക്കെ ആളുകൾ കൃഷി ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു വിത്ത് ഇനമാണ് ഞാനിന്ന് എടുത്തേക്കുന്നത്. ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഞാൻ ഓൾറെഡി ഇഞ്ചി ഗ്രോ ബാഗിൽ നടന്നതിനെ കുറിച്ചും അല്ലാതെ ഇഞ്ചി കൃഷിയെക്കുറിച്ചും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു വിത്തിനത്തെ ഒന്ന് ജസ്റ്റ് പരിചയപ്പെടാം. ഇത് എങ്ങനെയാണ് ഗ്രോ ബാഗിൽ നടന്നത് എന്ന് നമുക്ക് നോക്കാം. അങ്ങനെ വളരെ ഉൽപാദന ശേഷി കൂടിയ, അതായത് ഒരു മൂട്ടിൽ നിന്ന് നമുക്ക് ഒരുപാട് ഇഞ്ചി നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു വിത്തിനമാണ് ഈ റിഗോഡി എന്ന് പറയുന്ന വിത്തിനം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് വാട്ടർ കണ്ടന്റ് ഒരുപാട് കൂടുതലാണ്, നല്ല വലിപ്പമാണ് ഇതിനുള്ളത്. അതേപോലെ തന്നെ ഇത് പക്ക വെജിറ്റബിൾ ആണ്. ചുക്കുൽപാദനത്തിന് ഇത് അധികം ഉപയോഗിക്കാറില്ല. മാർക്കറ്റിൽ നിന്നൊക്കെ നമ്മൾ ഇഞ്ചി വാങ്ങിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു ഇഞ്ചി ആയിരിക്കും ഈ റിഗോഡി എന്ന് പറയുന്ന ഇഞ്ചി. കാരണം ഇത് ആളുകൾ പറിച്ചു കഴിഞ്ഞാൽ ഇത് അധിക ദിവസം വെച്ചേക്കത്തില്ല. ഇതിനകത്ത് വാട്ടർ കണ്ടന്റ് ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ട് ഇത് പെട്ടെന്ന് ഇതിൻ്റെ വെയിറ്റ് കുറയും. അതുകൊണ്ട് ആരും ഇത് അധികം നാൾ സൂക്ഷിക്കത്തില്ല, പെട്ടെന്ന് തന്നെ ഇത് വിറ്റ് മാറ്റും. അപ്പോൾ മാർക്കറ്റിലേക്കൊക്കെ ഇത് വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്ന ഒരു ഇഞ്ചി ഇനമാണ് ഈ റിഗോഡി എന്ന് പറയുന്നത്. ഇത് പക്ക വെജിറ്റബിൾ ആയിട്ട് തന്നെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിന് രോഗപ്രതിരോധ ശേഷി ഒരല്പം കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതാരും അധികം കൈവശം വയ്ക്കത്തില്ല, പെട്ടെന്ന് തന്നെ വിറ്റ് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കും. ഞാൻ ഏകദേശം ഒരു 25 ഗ്രോ ബാഗിൽ ഈ റിഗോഡി എന്ന് പറയുന്ന ഇഞ്ചി വിത്ത് നട്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ഗ്രോ ബാഗിൽ നടന്നത് എന്ന്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഗ്രോ ബാഗ് നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പോട്ടി മിക്സർ ഓൾറെഡി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ചേർത്തേക്കുന്നത് പറഞ്ഞാൽ മണ്ണ്, ചാണകപ്പൊടി, അതേപോലെ ചകിരിച്ചോറ്, അല്പം മണ്ണിര കമ്പോസ്റ്റ്, ഇതാണ് ഇതിനകത്ത് ചേർത്തേക്കുന്നത്. ഓൾറെഡി ഗ്രോ ബാഗ് നിറയ്ക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് അതൊന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഈ ഇഞ്ചി കൃഷിക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഗ്രോ ബാഗ് നിറയ്ക്കുന്നത് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്ന ഈ ഗ്രോ ബാഗിനകത്തോട്ട് ആദ്യമേ നമുക്ക് അടിയിൽ നല്ല രീതിയിൽ തന്നെ കുറച്ച് കരിയില നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ കമ്പോസ്റ്റ് വളമായി മാറുകയും ഇഞ്ചിക്ക് ആവശ്യമായ വളങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ കരിയില കൊണ്ട് ഒരു ലെയർ നമ്മൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന പോട്ടി മിക്സർ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കൊരു 3/4 ഭാഗത്തോളം ഇത് നിറയുന്ന രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഇഞ്ചി കൃഷി ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇഞ്ചിക്ക് നമ്മൾ മണ്ണെടുക്കുന്ന സമയത്ത് ഇതിനകത്ത് വലിയ കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ ആ കല്ലൊക്കെ ഒന്ന് എടുത്ത് മാറ്റാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ ഇതിനകത്ത് ഗ്രോ ബാഗിലൊക്കെ കൃഷി ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ ട്രീറ്റ് ചെയ്ത മണ്ണ് തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇഞ്ചിയൊന്നും പെട്ടെന്ന് രോഗം വന്ന് നശിച്ചു പോകാതെ തന്നെ നമുക്ക് കിട്ടും. ഇനി നമ്മൾ ഇതിനകത്തോട്ട് അധികമായിട്ട് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് എല്ലുപൊടിയും അതേപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കുമാണ് ഇതിനകത്ത് ചേർക്കുന്നത്. എല്ലുപൊടിയും ഇതിനകത്ത് വേപ്പിൻ പിണ്ണാക്ക് ഞാൻ എടുത്തേക്കുന്നത് വേപ്പിൻ പിണ്ണാക്ക് പൗഡറാണ് എടുത്തേക്കുന്നത്. അങ്ങനെ ഇത് രണ്ടും കൂടെ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ മുകളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇഞ്ചി നടാം. ഇത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇഞ്ചി നടാം. ഇഞ്ചി നടുന്നത് സാധാരണ ഇഞ്ചി നടുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഇത്രയും നല്ല മുഴുപ്പമുള്ള ഒരു പീസ് തന്നെ നടാറുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് നിന്ന് മാക്സിമം ഉൽപ്പാദനം ലഭിക്കും. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഓൾറെഡി ഇവിടെ മുള വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫുള്ള് പീസ് തന്നെ ഗ്രോ ബാഗിൽ വെക്കാം. പോട്ട് കേട്ടോ, അവിടെ പോയിരിക്കും, അവിടെ ഇരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ഫുള്ള് ഇഞ്ചി തന്നെ ഇതിനകത്തോട്ട് നടാം. ഇതിൻ്റെ ഈ മുളഭാഗം മുകളിലോട്ട് നിൽക്കുന്ന രീതിയിൽ നമുക്ക് ജസ്റ്റ് നടാം. എന്നിട്ട് ഇതിൻ്റെ മണ്ടയിലേക്ക് ഇങ്ങനെ മണ്ണങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമ്മൾ ഇതിനകത്തോട്ട് കരിയില ഇട്ട്
പുത കൊടുക്കണം. നല്ല രീതിയിൽ തന്നെ പുത കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഇഞ്ചി മുളച്ചു വരുന്ന സമയത്ത് ഇത് വെയിൽ കൊണ്ട് ഉണങ്ങി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഇഞ്ചി നടുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ നമ്മൾ കരിയിൽ കൊണ്ട് പുത കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നല്ല രീതിയിൽ ഇഞ്ചിക്ക് തണുപ്പ് ആവശ്യമാണ്. നമുക്ക് ഇനി ഇതിന് ജസ്റ്റ് നമുക്കൊരു നന കൊടുക്കാം. നമ്മൾ ഇഞ്ചി നടുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഇഞ്ചി തന്നെ വെക്കാൻ ശ്രമിക്കുക. ഒരു 60-70 ഗ്രാമുള്ള ഇഞ്ചിയെങ്കിലും നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഉൽപ്പാദനം ലഭിക്കും. അപ്പം നിങ്ങൾ ഈ ഒരു വിത്തിന് സംഘടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. റിഗോഡി എന്ന് പറയുന്നതാണ് ഇതിൻ്റെ പേര്. ഈ വിത്തിന് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇഞ്ചി ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റും. നിങ്ങൾ ഈ രീതിയിലൊന്ന് നട്ടു നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അപ്പം വീണ്ടും നല്ലൊരു കൃഷി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്